കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു, മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊല്ലിയ വരികൾക്ക് ഒരു വ്യാഖ്യാനമോ അർത്ഥം പറച്ചിലോ വേണമെന്ന് തോന്നണില്ല. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കാത്തതായ ഒരു ആത്മതത്വം ഉണ്ടോ എന്ന് സംശയം. വളരെ ലളിതമായി ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവർക്കും കൂടി ചിന്താശക്തി കുറഞ്ഞവർക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധം അങ്ങേയറ്റത്തെ ആത്മതത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു തരത്തിലൊരു അത്ഭുതമായിട്ടുള്ള കൃതി തന്നെ എന്ന് പറയാം. ഇത്രയും ലളിതമായിരിക്കുന്ന വാക്കുകളിൽ ഇത്രയും ഗഹനമായിരിക്കുന്ന തത്വങ്ങൾ കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൃതി വേറെയുണ്ടോ എന്ന് സംശയമാണ്. ശ്രീമദ് ഭാഗവതത്തിലത്തെ എല്ലാ ഭാഗവും അതിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചമസ്കന്ധം, കർമ്മഗതി, ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഭക്തിയുടെ മാഹാത്മ്യം, ഭാരതഖണ്ഡത്തിൻ്റെ മഹിമ, അങ്ങനെയാണ് തുടങ്ങിയാൽ ഞാൻ പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട്. അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാന്തരം ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. അപ്പം അതിലത്തെ ഒരു ഭാഗം 4 വരിയാണ് ഇപ്പോൾ ഇവിടെ ചൊല്ലിയത്. എല്ലാം പറയാൻ തുടങ്ങിയ മണിക്കൂർ കണക്കിനുണ്ട്. കണ്ടാലൊട്ടറിയുന്ന ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ചില ആൾക്കാർക്ക് ഒരു കാര്യം ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അപ്പോൾ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കും. ചിലർക്കോ കണ്ടാലും തിരിയാ ചിലർക്കൊട്ടുമേ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എന്നാണ് അവിടെ. എത്ര പ്രാവശ്യം കണ്ടാലും തിരിയാത്തവരുണ്ട്. ശ്രീ ബുദ്ധൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒറ്റ പ്രാവശ്യം 4 കാഴ്ചകൾ ഓരോ പ്രാവശ്യം കണ്ടു എന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വൃദ്ധൻ, ഒരു രോഗി, ഒരു മരിച്ച ശരീരം കൊണ്ടുവന്നത്, ഒരു ഇരന്ന് പൈസയ്ക്ക് വേണ്ടി ഇരക്കുന്ന ദരിദ്രനെ, ഭിക്ഷക്കാരൻ. ഈ 4 എണ്ണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ശരീരം എടുത്തു കഴിഞ്ഞാൽ സുഖം അനുഭവിക്കാൻ സാധ്യമല്ല. എന്താ, ദാരിദ്ര്യമില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? സമ്പന്നന് ആ പ്രശ്നമില്ല. രോഗമില്ലാത്തവർക്ക് പ്രശ്നമുണ്ടോ? ആ പ്രശ്നമില്ല. പക്ഷെ വയസ്സാവാതിരിക്കില്ലല്ലോ. ആർക്കെങ്കിലും വയസ്സാവാതിരിക്കുമോ? അപ്പോൾ ഉറപ്പാണ് വാർദ്ധക്യമുണ്ട്. ഉറപ്പല്ലേ? മരണം ഇല്ലാതിരിക്കുമോ? അതും ഇല്ലാണ്ടിരിക്കില്ല. എല്ലാം സുഖമായിട്ടിരിക്കുമ്പോൾ മരണഭീതി നമ്മളെ വേട്ടയാടുകയാണെങ്കിൽ സുഖം ഉണ്ടാവുമോ? വേറൊരാൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ആ ദുഃഖം നമ്മൾ അനുഭവിക്കണം. അപ്പോൾ മറ്റൊരാളുടെ മരണം നമ്മളെ ദുഃഖിപ്പിക്കുന്നു, നമ്മുടെ മരണം മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്നു. അതില്ലാണ്ടിരിക്കുമോ? മരണം എന്നതില്ലാണ്ടിരിക്കില്ല, വാർദ്ധക്യം ഇല്ലാതിരിക്കില്ല. ദാരിദ്ര്യവും അതുപോലെ തന്നെ ആരോഗ്യവും വേണമെങ്കിൽ ഈശ്വരൻ്റെ കൃപയുണ്ട് ഇല്ലാതെ കഴിക്കാം. അതും എല്ലാവർക്കും ഇല്ലാണ്ടാവണില്ല. അപ്പോൾ ഇതിൽ 2 നിർബന്ധമായിട്ടും എല്ലാവർക്കും ഉണ്ട്. ബാക്കി 2 ഈശ്വരകൃപ ഇല്ലാത്തവർക്ക് സഹിക്കേണ്ടി വരുന്നു, ദാരിദ്ര്യവും രോഗവും. ചുരുക്കം പറയുകയാണെങ്കിൽ ശരീരം എടുത്താൽ സുഖിക്കാനൊന്നുമില്ല എന്നൊരൊറ്റ പ്രാവശ്യം ഇതൊക്കെ കണ്ടപ്പോൾ ബുദ്ധന് മനസ്സിലായി. സിദ്ധാർത്ഥൻ പോയിട്ട് ബുദ്ധനായി മാറി തപസ് ചെയ്ത് എത്തേണ്ടോടത്ത് എത്തും ചെയ്തു. തൻ്റെ കൊട്ടാരത്തെയും സുന്ദരിയായിട്ടുള്ള സ്ത്രീയെയും ഭാര്യയെയും എല്ലാം ഉപേക്ഷിച്ചു. വഴിയാധാരമായില്ല, എത്തേണ്ട ദിക്കിലെത്തി. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അവിടെ എത്തുകയും ചെയ്തു. അപ്പം കണ്ടാലൊട്ടറിയുന്നത് ചിലർ. ഒറ്റ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. വേറെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വിവരിച്ച ദിക്കിൽ പോയ ഞാൻ ആരെയാണ് ഇവർ കാക്കണം? വീട്ടിൽ പോയിട്ട് വേണം കുട്ടി 3 മണിക്ക് നഴ്സറിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ എത്തണം. ഓ, അവിടെ എത്തുന്ന ഇയാൾക്ക് നല്ല ഉറപ്പാണ്, നല്ല ഉറപ്പുണ്ടോ അവിടെ എത്തുന്ന? അപ്പോഴാണ് ഇവിടെ മരിച്ച ശരീരം സംസ്കരിക്കാൻ കുറച്ച് വഴുകുമ്പോൾ ആരോഗ്യം പറയണത്. അപ്പോൾ കണ്ടാലും തിരിയാ ചിലർക്കൊട്ടുമേ. ആ മരിച്ചു കിടക്കുന്ന ആളുടെ അവസ്ഥ ഒരു ദിവസം തനിക്കുമുണ്ട്. രോഗി, തനിക്കും ഇത് വരാം അല്ലേ? വയസ്സൻ, വാർദ്ധക്യൻ, നമുക്കൊന്ന് ചിന്തിക്കുന്നുണ്ടോ നമ്മൾ? അല്ലേ, ഈ പഴുത്ത പ്ലാവിലെ താഴത്തേക്ക് വീഴുമ്പോൾ പച്ച പ്ലാവിലെ ചിരിക്കത്രേ. എൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ടേ ഒരു ദിവസം തനിക്കും ഇതല്ലേ വരിക. നാടൻ ഭാഷയിൽ പറയണതാണ്, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്പിലാവില ചിരിക്കേണ്ട, നാളെ നിനക്കും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് വയസ്സന്മാരെ കളിയാക്കുക, അവരെ ദുഃഖിപ്പിക്കുക. വിവേകമുള്ളവരിത് ശീലാക്കണം, നാളെ തനിക്കും ഈ അവസ്ഥ വരേണ്ടതാണ്.
അപ്പോൾ ചില ആൾക്കാർക്ക് അത് വേഗം മനസ്സിലാവും. കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ല എന്നത്. കാണുക എന്നുള്ള ക്രിയ നാലിലും. ചിലർ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ സത്യമല്ല എന്നുള്ള തിരിച്ചറിയുന്നു. ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാണ്ടാവണമെന്നാണ് പ്രപഞ്ചം തന്നെ. പിന്നെ അതിലത്തെ കാര്യങ്ങൾക്ക് വല്ല നിലനിൽപ്പുണ്ടോ? അപ്പം കണ്ടതൊന്നുമേ സത്യമല്ല. ബ്രഹ്മസത്യം, ജഗന്മിഥ്യ, ഇതൊക്കെ മിഥ്യയാണോ എന്ന് അറിവുള്ളവർക്ക് മനസ്സിലാവും. ആണ് കണ്ടതൊന്നുമേ സത്യമല്ല എന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നു ചിലർ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചീത്ത പ്രവൃത്തികൾ ചെയ്തവർക്ക് ചിലപ്പോൾ നന്മ ഉണ്ടാവും, നല്ല പ്രവൃത്തികൾ ചെയ്തവർക്ക് ചിലപ്പോൾ തിന്മ ഉണ്ടാവും. ഇത് മാറിയിട്ടൊക്കെ കാണുന്നുണ്ട്. അതെന്താണ്? ഇവിടെ മാത്രമല്ല അനുഭവിക്കാനുള്ളത്, ഇനി വേറെ എന്തൊക്കെയോ ചിലത് കിടക്കണു. അപ്പം നല്ല ആൾക്കാർ അവസാന കാലത്ത് ദുഃഖിച്ചിട്ടാണ് മരിക്കണം. നല്ലോണം ക്ലേശം അനുഭവിക്കുന്നുണ്ട് അല്ലേ? ശരിക്കും നല്ല ജീവിതം നയിച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് പരോപകാരം ചെയ്തവരാ കിടക്കണ് കാണുന്നത്. പല മഹാന്മാരും അങ്ങനെ കിടക്കുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസരും ശങ്കരാചാര്യ അടക്കം ഭഗന്തരം വന്ന് ബുദ്ധിമുട്ടി എന്ന് പറയണം. അവരൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാൽ, കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അപ്പോൾ അവരുടെ എല്ലാ കഷ്ടപ്പാടും ഇവിടെ കഴിഞ്ഞു എന്നർത്ഥം. ഈ പരലോകത്ത് അവർക്കൊന്നും അനുഭവിക്കാനില്ല. അതാരെങ്കിലും കാണുന്നുണ്ടോ? അത് കണ്ടാലാണ് ഈ കിടക്കണതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാവരുത്, എന്താ അപ്പോൾ ഇവർ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവാൻ അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി കിടത്തിയേന്ന് ചോദിക്കും. പക്ഷേ കണ്ടതൊന്നുമേ സത്യമല്ല, ഇതൊന്നുമല്ല സത്യം. ഇനി അപ്പുറത്ത് ചിലത് വരാനുണ്ട്. ആ ദുഃഖം അനുഭവിക്കാണ്ടേക്കാൻ എല്ലാം ഇവിടെ വെച്ച് അനുഭവിപ്പിക്കുകയാണ്. അതാണ് മുമ്പേ കണ്ടിട്ടറിയുന്നത് ചിലർ. ഈ കാണുന്നത് മാത്രമല്ല ഉള്ളൂ, വേറെ ചില സത്യങ്ങളുണ്ട്. അത് ഓർത്താൽ കൊള്ളാം. എന്നിട്ട് നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ്. ശരീരം, കളത്രം, ധനം, ബന്ധുവർഗം, വയസ്സ്യം, ഭൂവം ഇതൊക്കെ വിട്ടിട്ട് ഒരു യാത്രയ്ക്ക് പോവുകയാണ്. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്താ വേണ്ട? ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം, കുറച്ച് ഭക്ഷണം, കുറച്ച് പഴം, കുറച്ച് ചിപ്സ് മാറ്റാൻ കുറച്ച് സാധനങ്ങൾ ഒരുങ്ങിയിട്ടാണ് നമ്മൾ പോവുക. ഇതില്ലാണ്ട് പോയാലോ? എവിടെയെങ്കിലും വണ്ടി പിടിച്ചിട്ടാൽ വെള്ളവും കിട്ടില്ല, ഭക്ഷണവും കിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നരകടിക്കും ഇല്ലേ? അതേപോലെ ഒരു യാത്രയാണ് കേട്ടോ. ഈ യാത്രയിൽ ആരും നമ്മുടെ കൂടെയില്ല. ശരീരം മടക്കം പടിയിട്ട് പോവും. ഭാര്യ വാതിൽക്കൽ വരെ വരും, ബാക്കിയുള്ളവരൊക്കെ ശ്മശാനം വരെ വരും ഇല്ലേ? എൻ്റെ കൂടെയുള്ള ആളല്ലേ മരിച്ചു പോയതെന്ന് വിചാരിച്ചിട്ടേ. പക്ഷേ നമ്മൾ വളരെയൊക്കെ സ്നേഹിച്ചതായിട്ടുള്ള ഈ ശരീരം ഉണ്ടല്ലോ, അതും കൂടി നമ്മുടെ കൂടെ വരില്ല. ലേശം ഭസ്മാവാനേ പറ്റൂ. ഹോർലിക്സും കോംപ്ലാനും ചവനപ്രാശമൊക്കെ നമ്മൾ കഴിച്ച് നന്നാക്കിയിട്ടുള്ള ഈ ശരീരം ഉണ്ടല്ലോ, നമ്മുടെ കൂടെ വരില്ല. ഒരു പിടി ഭസ്മമായിട്ടാണ് മാറുമ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പം അപ്പുറത്തേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കരുതുക. 4 നാമം ജപിക്കുക, സത്സംഗം ഉണ്ടാവുക, നല്ല ചിന്ത ഉണ്ടാവുക മനസ്സിൽ. അങ്ങനെ ഇവിടുന്ന് പോവാൻ തരായാൽ ആ യാത്രയിൽ നമുക്ക് ഉപകരിക്കും. ഒന്നുമില്ലാണ്ട് പോയാൽ അന്തം വിടേണ്ടി വരും. യമദൂതന്മാരുടെ മുമ്പിലാണ്ട് പെട്ടിട്ടുണ്ടായ ദുഃഖങ്ങളും നരകങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ യാത്രയിൽ കരുതേണ്ടത് കരുതിക്കോളാൻ വേണ്ടിയിട്ടാണ് കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ട് അറിഞ്ഞോളാൻ പറയണം. അത് മുമ്പേ കണ്ടിട്ടൊന്ന് അറിഞ്ഞോളൂ. ആ യാത്രയ്ക്ക് വേണ്ട കുറച്ച് സംഗതികളെങ്കിലും ശേഖരിച്ചിട്ട് ഇവിടുന്നാണ് പോയാൽ നരകദുഃഖത്തിന് ലേശം കുറവുണ്ടാവും, നല്ലതുണ്ടാവും ചെയ്യും. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തീരിയ ചിലർക്കൊട്ടുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.